എടാ, ഒരു 20 വയസ്സിന്റെ 30 വയസ്സിന്റെ ഉള്ളിൽ വരുന്ന ആളുകള്, ഇതില് മെജോറിറ്റി ആളുകളും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം എന്താ പറയുക? ഫിയർ ഓഫ് വേസ്റ്റിംഗ് അവർ ലൈഫ്. നമ്മുടെ ജീവിതം നമ്മൾ വേസ്റ്റ് ചെയ്യാണ് എന്ന പേടി. ആ ഒരു പേടിനെ കുറിച്ച് ആ ഒരു പ്രായത്തിലുള്ള ഒരാളോട് ചോദിച്ചു നോക്ക്. ലൈക്ക് പതറിപ്പോ ഉത്തരമില്ലാതെ ഇങ്ങനെ ബ്ലാങ്കായി സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ത് ചെയ്യണം എന്നറിയില്ല, എന്ത് ചെയ്താലേ ഇത് മാറുക എന്നറിയില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊന്നും അറിയാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ലോകമാണ് 20s ആ ഒരു ലോകം എന്ന് പറയുന്നത്. 20 വയസ്സ് മുതൽ 30 വയസ്സിന്റെ ഉള്ളിൽ, 20 വയസ്സിന്റെ താഴോട്ടും അല്ലെങ്കിൽ 30 വയസ്സിന്റെ മുകളിലോട്ടാവുന്ന സമയത്ത് ഈ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ വരുന്ന ടെൻഷൻ അതിൽ നിന്ന് കുറേ മാറി തുടങ്ങും. അതായത് 20 വയസ്സ് വരെ എന്ന് പറയുന്നത് ലൈക്ക് കുറേ ആളുകൾ കേട്ടോ ഈ പഠിക്കുക, സ്കൂൾ, കോളേജ് ഈ ഒരു കാറ്റഗറിയിലോട്ട് മാത്രമായി പോകും. എല്ലാവരും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ബട്ട് മോസ്റ്റ്ലി മെജോറിറ്റി ആളുകളും അങ്ങനെയാണ്. 30 വയസ്സിന് ശേഷമാവുന്ന സമയത്ത് ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ട്രാക്കിൽ എത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ട് ട്രാക്കിൽ എത്തിയ കുറെ ആളുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ജോബിൽ എന്താ പറയാ ഓക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ജോബായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 വർഷം ആ ഒരു ഗ്യാപ്പിലൊക്കെ നിൽക്കുന്ന കുറെ ആളുകളുണ്ടാവും. എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. പക്ഷെ 20കളിൽ 20 തുടങ്ങി 30 എത്തുന്നത് വരെയുള്ള ആ 20s സമയത്ത് ഇതിന്റെ ഒക്കെ പ്രഷർ അനുഭവിക്കുന്ന ഒരു പ്രായമാണ്. എന്താ തുടങ്ങേണ്ടത്, എന്ത് ജോബിനാ കയറേണ്ടത്, പഠിച്ചു കഴിഞ്ഞാൽ എവിടെ പോകേണ്ടത്, എന്ത് പഠിക്കണം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കൺഫ്യൂഷൻസും, അതുപോലെ തന്നെ കൂടെ ഉള്ളവരൊക്കെ സെറ്റിൽ ആവുകയാണല്ലോ, കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിക്കുകയാണല്ലോ, അങ്ങനെ ഇങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണിയാലൊടുങ്ങാത്ത ടെൻഷനുകൾ തലയിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് 20s വരുന്നത്. അവരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് എന്താ പറയാ, ഈ കൂടെയുള്ള ആളുകൾ നല്ല നല്ല രീതിയിൽ സെറ്റിലായിട്ട് പോകുന്നതോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ കല്യാണം കഴിയുന്നതോ ഇതൊന്നുമല്ല. ജീവിതം കൈവിട്ടു പോവാണോ എന്നൊരു തോട്ടാണ്. ലൈഫ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ, ലൈഫിൽ ഞാൻ എവിടെയും എത്തുന്നില്ലല്ലോ, ലൈഫ് എന്നെ കൊണ്ട് എന്താ പറയാ ഒന്ന് ഉയർത്താൻ പറ്റുന്നില്ലല്ലോ, വേസ്റ്റ് ആയി പോയോ എൻ്റെ ഈ ജീവിതം, എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന തോട്ടാണ് കൂടുതലും ആളുകളെ ഡൗൺ ആക്കുന്നത് ആ ഒരു പ്രായത്തിൽ വരുന്നത്. പക്ഷെ ഈ ഒരു പ്രായക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഇപ്പൊ ഞാനും ആ ഒരു പ്രായത്തിൽ വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക, ഒന്നാമത്തത് ഒരു വിഷൻ നമ്മൾ കണ്ടെത്തുക. ലൈക്ക് നമ്മൾ എന്താണോ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം എന്താ പറയുക ഏതെങ്കിലും ഒരു പൊസിഷൻ എത്താൻ ആഗ്രഹിക്കണില്ല, ആ ഒരു കാര്യത്തിൽ നമ്മളൊന്ന് കോൺസെൻട്രേഷൻ കൊടുക്കുക. നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് വേണ്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രമം തുടങ്ങുന്നത്. ഒരു വിഷൻ കണ്ടെത്തുക, നമുക്ക് എന്താകണം അല്ലെങ്കിൽ എന്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നൊരു വിഷൻ നമ്മൾ ആദ്യം കണ്ടെത്തുക. രണ്ടാമത്തത് അതിന്റെ വഴികൾ നമ്മൾ കണ്ടെത്തുക, അതിന്റെ കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം. മേ ബി അതൊരു 1-2 വർഷം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാകണമെന്നില്ല, 4-5 വർഷം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യമാകണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴികൾ കണ്ടെത്തുക, അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിന്റെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ബാക്കിയുള്ളവരെ വെച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള കമ്പാരിസൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതായത് ഇപ്പൊ നിങ്ങളൊരു ട്രാക്കിലേക്ക് നിങ്ങളൊരു വിഷൻ കണ്ടിട്ട് പോകുന്ന സമയത്ത് മേ ബി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 1 വർഷം കൊണ്ട് റിസൾട്ട് ഉണ്ടായിന്ന് വരില്ല, 2 വർഷം കൊണ്ട് ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ എന്താ പറയാ നടന്ന ആളുകൾ, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ ജോലി കിട്ടി വെൽ സെറ്റിലായിട്ട് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് അങ്ങനെ പോയിട്ടുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങളെ വിഷൻ നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന ട്രാക്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അത് ഭയങ്കരമായിട്ടും നെഗറ്റീവ് നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് പോകും, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് പോകും, പാഷനോട് നിങ്ങൾക്ക് താല്പര്യക്കുറവ് വരാൻ തുടങ്ങും. സോ ആ ഒരു കാര്യം നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ 20s കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ താങ്ങാവുന്നതിനേക്കാൾ അപ്പുറം ടെൻഷനാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ ഏറ്റുകൊണ്ട് നടക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് 10 ആളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ആളുകൾ എംപ്ലോയീസും 2 പേര് ബിസിനസ്സുകാരുമായിരുന്നു. ഇന്ന് 10 പേരെടുക്കുകയാണെങ്കിൽ 8 പേര് ബിസിനസ്സുകാരാണ്, ബാക്കി 2 പേരാണ് എംപ്ലോയീസ് വരുന്നത്.
അപ്പൊ തന്നെ എന്താ പറയാ, കുറെ ആളുകൾ 23-ാം വയസ്സിൽ എന്താ പറയാ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നു, 24-ാം വയസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വൈഡ് പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ കുറെ ആളുകൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും. പക്ഷെ എന്റെ കൂടെ എന്റെ പ്രായക്കാർ, എന്നെക്കാൾ ചെറിയ പ്രായക്കാരൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ഒരുപാട് ഹൈറ്റ്സിൽ എത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, ഞാൻ എവിടെ എത്തിയില്ലല്ലോ, എന്റെ ലൈഫ് വേസ്റ്റ് ആയി. ബ്രോ, യു ആർ ജസ്റ്റ് അറ്റ് യുവർ 20s. ഒന്ന് ആലോചിച്ച് നോക്കി, 20കളിൽ എത്തിയിട്ടേ ഉള്ളൂ, ടൈമുണ്ട്, യു ക്യാൻ ബിൽഡ് യുവർ സെൽഫ്. മുന്നിൽ വലിയൊരു ലോകമുണ്ട്, അത് ബിൽഡ് ചെയ്ത് വരണം, കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരണം. അല്ലാണ്ട് സ്നാപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരിക്കലും എന്താ പറയുക രാവ് പകലാവുന്ന ഒരു സമയം കൊണ്ട് വലിയൊരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ. ലൈക്ക് ബ്രോ, വേക്കപ്പ് ടു ദ റിയാലിറ്റി. നമുക്ക് വേണ്ട കാര്യങ്ങൾക്കുള്ള ബേസ് നമ്മൾ കൊടുക്കണം, അടിത്തറ നമ്മൾ പണിത് അതിന് മേലെ പടവുകൾ വെച്ച് 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 നമ്മൾ തന്നെ കയറണം. വി ഷുഡ് ബിൽഡ് അവർ സെൽഫ് ഫോർ അവർ ഡ്രീംസ്. ആക്സെപ്റ്റ് ദ റിയാലിറ്റി. നമ്മുടെ കൂടെ ഉള്ളവർ ഓടുന്നതും നമ്മുടെ കൂടെ ഉള്ളവർ നേടുന്നതും നമ്മളെ ടെൻഷൻ ആക്കാൻ പാടില്ല. നമുക്കൊരു ഫോക്കസ് വേണം, ഒരു വിഷൻ വേണം, അതിലേക്കുള്ള പ്രയത്നങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ ബിൽഡ് ചെയ്തു. പക്ഷെ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ റോങ് റൂട്ടിലാവരുത് ഓടുന്നത്. അതായത് അതെപ്പോഴാണ് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരേ കാര്യം കണ്ടിന്യൂസ്ലി കുറെ കാലമായിട്ട് ചെയ്തിട്ടും ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നില്ലെങ്കിൽ കുറെ ആളുകൾക്ക് ആ ഒരു വിഷൻ മടുക്കാൻ തുടങ്ങും. ലൈക്ക് അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ പറഞ്ഞുതരാം. അപ്പം ആ ഒരു വിഷൻ മടുക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങനല്ല വേണ്ടത്. വിഷൻ അവിടെ വെക്കണം, ട്രാക്ക് മാറ്റണം. അതായത് നമ്മൾ പോകുന്ന വഴിയാകും ചിലപ്പം തെറ്റിപ്പോയത്, അല്ലെ? ആ വഴിയൊന്ന് മാറ്റി വേറെ വഴിയിലൂടെ ഓടിക്കഴിഞ്ഞാൽ മേ ബി നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച വിഷനിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. സോ വിഷൻ മസ്റ്റാണ്. കമ്പാരിസൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കണ്ട വിഷനിലോട്ടുള്ള വഴികൾ കണ്ടെത്തുക. ഇത് മൂന്നാണ് 20s ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. ലൈഫ് വേസ്റ്റ് ആയി പോകുന്നുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് അത് പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ ലൈഫ് ബിൽഡ് ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ല പ്രായവും 20s ആണ്. 20s ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് എന്താ അറിയോ? ഒരാൾക്ക് ലൈഫ് ബിൽഡ് ചെയ്യാനും ലൈഫ് ഡെസ്ട്രോയ് ചെയ്യാനും പറ്റിയ പ്രായം എന്ന് പറയുന്നത് 20 to 13 ബിറ്റ്വീൻ. ആ ഒരു പ്രായത്തിൽ 20s ഒരാള് മാക്സിമം എഫേർട്ടും മാക്സിമം ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഡെഡിക്കേഷനും കോൺഫിഡൻസും എല്ലാം കൊടുത്തു കഴിഞ്ഞാല് ഒരാൾക്ക് ലൈഫ് ബിൽഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്, ലൈഫ് ഡെസ്ട്രോയ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഗ്രാഫ് നേരെ താഴോട്ടും. ഇത് കൊടുത്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുടെ ലൈഫ് ഒരു ദിവസം ഗ്രാഫ് മുകളിലോട്ട് കയറും. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ ഡ്രീംസ്, മേക്ക് എ വിഷൻ, മേക്ക് എ ക്ലിയർ പാത്ത് ആൻഡ് നെവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. കാരണം ഒരാളെ പോലെ ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ വിഷൻ വേറെയാകും, അവർ പോകുന്ന ട്രാക്ക് വേറെയാകും. അത് വെച്ചിട്ട് നിങ്ങൾ ആ ട്രാക്കിൽ ഓടരുത്. ലൈക്ക് നമ്മൾ ഒരുപാട് കോഴ്സ് കാണുന്നുണ്ടല്ലോ, ആന, മുയൽ, എന്താ പറയാ ജിറാഫ്, മീൻ, അതുപോലെ തന്നെ കുരങ്ങൻ. ഇവരോട് 5 പേരോട് മരം കയറാൻ പറഞ്ഞാൽ ഇവർക്ക് 5 പേർക്കും കയറാൻ പറ്റില്ല. കുരങ്ങൻക്ക് കയറാൻ പറ്റും, മീനിന് കയറാൻ പറ്റില്ല. അപ്പം അവനവന്റെ ട്രാക്ക് ഉണ്ടാവും. ഓരോ ആളുകൾക്കും എഴുതി വെച്ച ഓരോ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് അവനവൻ എത്തുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം നമുക്കൊരു വിഷൻ വേണം. നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം, ഒരു പോയിന്റ്, അത് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെയാ കണ്ടെത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഹാപ്പി ആകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം നേടണമെന്നാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നത്, ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ സ്വയം ആലോചിക്കണം. എന്നിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. അതിന്റെ ട്രാക്ക് എന്താണ്, അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എന്താ പറയാ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇല്ലെങ്കിൽ വഴികൾ മാറ്റുക. വിഷൻ അവിടെ വേണം. ഒരു സ്വപ്നം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴി തെറ്റിപ്പോയാലും നമുക്ക് മറ്റൊരു വഴിയിലേക്ക് ചാടാൻ പറ്റും. അല്ലാണ്ട് ഇന്നൊരു വിഷൻ, നാളെ ഒരു വിഷൻ, മറ്റന്നാൾ അങ്ങനെ വിഷൻ മാറ്റി കളിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ബ്രോ, യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. അവിടാണ് ആക്ച്വലി റിയൽ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ 20s അല്ല നിങ്ങളുടെ ലൈഫേ വേസ്റ്റ് ചെയ്യുന്നത്. വിഷൻ ഇങ്ങനെ മാറ്റി കളിക്കാം. ഫോക്കസ് ഓൺ എ ഗോൾ ആൻഡ് മേക്ക് എ ക്ലിയർ പാത്ത്. അത് വെച്ചിട്ട് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇതാണ്, നെവർ 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 എവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, നിങ്ങൾക്കൊരു പവർ ഉണ്ട്, അത് പിടിക്കുക. അത് പിടിച്ചിട്ട് ലൈഫിൽ മുന്നോട്ട് പോവുക. വൺ ഡേ ബ്രോ, നിങ്ങൾ എടുക്കുന്ന റിസൾട്ടിനൊക്കെ നിങ്ങൾ എടുക്കുന്ന എഫേർട്സിനൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ.